മണിമല നദീതട പൈതൃക പദ്ധതിയുടെ ഭാഗമായി പെരുന്നാട് പ്രാദേശിക ചരിത്ര പഠന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വേറിട്ട പഠനയാത്ര സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ മല്ലപ്പള്ളിയിൽ നിന്നും പുറപ്പെട്ട 30-അംഗ സംഘം നദിയുടെ പ്രവാഹത്തിന് വിപരീത ദിശയിൽ സഞ്ചരിച്ച് ചരിത്രത്തിന്റെ വേരുകൾ തേടിയിറങ്ങി. നദീതടത്തിലെ ജൈവ വൈവിധ്യവും പുരാതനമായ കാവുകളും ആദിമ മനുഷ്യന്റെ അടയാളങ്ങളും നേരിൽ കണ്ടറിയുകയായിരുന്നു യാത്രയുടെ ലക്ഷ്യം. വായ്പൂർ പുളിക്കാമല ഗോത്ര ആരാധനാ കേന്ദ്രം എന്നിവ പിന്നിട്ട് കോട്ടാങ്ങലിലെത്തിയ സംഘം നദിയുടെ കാവലക്കാരൻ എന്നറിയപ്പെടുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ഗോപിനാഥൻ പിള്ളയെ ആദരിച്ചു. ചേനപ്പാടിയിലെ തലപ്പാറക്കോട്ടയും മാറ്റക്കൽ കളരിയും സന്ദർശിച്ച സംഘം എരുമേലിയിലെ മതസൗഹാർദ്ദ കാഴ്ചകളും കൊരട്ടിയിലെ പഴയ അങ്ങാടിയും പിന്നിട്ടാണ് ഹൈറേഞ്ചിന്റെ കുളിരിലേക്ക് പ്രവേശിച്ചത്. പാഞ്ചാലിമേട്ടിലെ ഗോത്രാരാധനാ കേന്ദ്രങ്ങൾ പിന്നിട്ട് ഇവർ കുട്ടിക്കാനത്തും എത്തി. മണിമലയാറിന്റെയും മീനച്ചിലാറിന്റെയും പ്രധാന സ്രോതസ്സായ അമൃതമേട്ടിലെ മാതാമക്കുളവും ഉപ്പുകുളവും സംഘം സന്ദർശിച്ചു. പ്രകൃതി കനിഞ്ഞു നൽകിയ നീർച്ചാലുകളും ജൈവ വൈവിധ്യവും യാത്രക്കാർക്ക് പുതിയൊരു അനുഭവമായി. കേരള പ്രാദേശിക ചരിത്ര പഠന സമിതിയുടെ പെരുമ്പറനാട് മേഖലാ പഠന സമിതി നയിക്കുന്ന മണിമലയാറിൻ്റെ ഉത്ഭവം തേടിയുള്ള യാത്രയാണ് ഞങ്ങൾ മണിമല റിവർ വാലി ഹെറിറ്റേജ് പ്രോജക്റ്റ് എന്നുള്ള പേരിൽ ഒരു വർഷം മുമ്പ് ആരംഭിച്ച ഒരു പദ്ധതി. അത് മണിമല നദീതടത്തിൻ്റെ മുഴുവൻ ചരിത്രവും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ജനജീവിതവും സംസ്കാരവും അതേപോലെ തന്നെ പരിസ്ഥിതിയും നദീതടം എന്ന് പറയുമ്പോൾ നദി ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഭാഗമായതുകൊണ്ട് നദിയുടെ ഭൂമിശാസ്ത്രവും നദിയുടെ ചരിത്രവും എല്ലാം തന്നെ പഠിക്കുക, ഡോക്യുമെൻറ്റേഷൻ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട് നദിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ്, നമ്മുടെ സമൂഹത്തിന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ് ഇന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിവായിരിക്കും വരുന്ന തലമുറയെ ഇത് മാറ്റിമറിക്കണം. ഇത് പഴയ നന്മകളെ വീണ്ടെടുക്കണമെങ്കിൽ പഴയതിലേക്ക് ആ നന്മകളെ ഇത് വീണ്ടെടുക്കുക. അതേസമയം പുതിയ കാലത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ പ്രദേശത്തെ വികസനത്തെ പുനർവിചിന്തനം ചെയ്യാൻ കഴിയുമെന്ന് വരുന്ന തലമുറയ്ക്ക് മാർഗദർശനം നൽകുക എന്നതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. രാത്രിയിൽ വാഗമൺ വഴിക്കടവിൽ ലാറി ബേക്കർ സ്മരണകൾ ഉറങ്ങുന്ന മിത്രനികേതനിലായിരുന്നു താമസം. രണ്ടാം ദിവസം പൂഞ്ഞാർ, ഇളങ്കാട് ടോപ്പ് എന്നിവ സന്ദർശിച്ച സംഘം ഏന്തയാർ, പുല്ലകിയാർ എന്നിവയുടെ സംഗമസ്ഥാനങ്ങൾ കണ്ടറിഞ്ഞു. മുണ്ടക്കയത്തെത്തിയ പഠന സംഘത്തിന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് സുഷമ മാത്യു അധ്യക്ഷത വഹിച്ചു. നമ്മുടെ നദീതടങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു എന്നും ഒക്കെ തന്നെ അത് ഒരു പുനർചിന്തനം ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ എല്ലാവിധ സഹകരണവും മുണ്ടക്കയം പഞ്ചായത്തിൽ നിന്ന് ഉറപ്പായിട്ടുണ്ടായിരിക്കും. ശരിയാണ്, ഇപ്പോൾ നമ്മുടെ മുണ്ടക്കയത്തിൻ്റെ ഇവിടുത്തെ മണിമലയാറിൻ്റെ അവസ്ഥ വളരെ ശോചനീയാവസ്ഥയാണ്. എന്താണെങ്കിലും ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി അതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി മാലിന്യത്തിനാണ് നമ്മൾ 1ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. പാറ്റിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് അങ്ങോട്ട് ഒഴുകുന്ന വെള്ളത്തിന് അതും നിർത്തലാക്കി ഒരു പദ്ധതിയൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. കോട്ടയവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രാദേശിക ചരിത്രങ്ങൾ പല ആൾക്കാർ അൽകുമാർ ഉൾപ്പെടെ ഞങ്ങൾക്ക് ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ നാടിനും അവരുടേതായ ചരിത്രം നന്നായിട്ടുണ്ട്. നമ്മുടെ ശ്രീമതി LP സ്കൂളിൻ്റെ ഇപ്പോൾ രജിമോൾ സാർ മുണ്ടക്കയത്തിൻ്റെ ഒരു 100 വർഷത്തെ ചരിത്രം നന്നായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ കൂട്ടത്തിൽ എരുമേലിയും കാഞ്ഞിരപ്പള്ളിയും പഴയ കാലത്ത് കുരുമുളകിൻ്റെയൊക്കെ മാർക്കറ്റാണെന്ന് പറഞ്ഞു. അത് മാത്രമല്ല തേയില ഉൾപ്പെടെ എല്ലാത്തിൻ്റെ കുട്ടിക്കാരൻ്റെ റോപ്പ് വഴി മുണ്ടക്കയത്ത് വന്ന് ഇതൊരു മാർക്കറ്റായിട്ട് പ്രതിജ്ഞന്ത അതിൻ്റെ ചന്തം തന്നെ പേര് അറിയപ്പെടുന്നത് നല്ല മാർക്കറ്റായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതാണ്. പഴയ കാലത്ത് പല പ്രദേശങ്ങളിൽ നിന്നും ആദിവാസി ജനങ്ങൾ ഉൾപ്പെടെ ആളുകളെല്ലാം ഇവിടെ മാർക്കറ്റിൽ പ്രതിജ്ഞന്ത മാർക്കറ്റിലാണ്. കാഞ്ഞിരപ്പള്ളിയിലെ പഴയ അങ്ങാടിയും ചരിത്രപ്രസിദ്ധമായ ആരാധനാലയങ്ങളും സന്ദർശിച്ച് വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് സംഘം മല്ലപ്പള്ളിയിൽ തിരിച്ചെത്തി. കേരള പ്രാദേശിക ചരിത്ര സമിതി സെക്രട്ടറി പള്ളിക്കോണം രാജീവ്, ബാബു തോമസ്, മനീഷ് കുഴുവേലി, ഫാദർ ബ്രിജേഷ് തോമസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറിവ് തേടിയുള്ള ഈ യാത്ര. നമ്മുടെ നദികളും വെറും ജലവാഹിനികളല്ല, മറിച്ച് സംസ്കാരത്തിന്റെ ഉറവിടങ്ങൾ ആണെന്ന വലിയ സന്ദേശം നൽകിയാണ് പഠന സംഘം മടങ്ങിയത്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.